ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മളെ ഉപ്പുമാവാട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ്, അതൊക്കെ നരിഞ്ഞ് വെച്ച സാധനങ്ങളാട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടില്ല, നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ക്യാരറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ ചിലതൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല, ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും കേട്ടോ. ഇത് നമ്മൾ വറുത്ത റവപ്പൊടിയാണ്, അപ്പോൾ വറുത്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ പോകണേ. അപ്പോൾ നമ്മൾ എണ്ണ കൊഴിച്ച് കടുക് കടുക് ഇടണം. ഓരോരുത്തരും ഓരോ രീതിയിലായിട്ട് ഉണ്ടാക്കും, ഞാൻ എൻ്റേതായ രീതിയിലായിട്ട് ഉണ്ടാക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ ഒന്ന് ചെയ്താൽ മതി, സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ കടുകൊക്കെ ഒന്ന് പൊട്ടിയിട്ട് നമ്മൾ ഉണക്കമുളക് ഉണ്ടല്ലോ, ഉണക്കമുളക് ഇഷ്ടമുള്ളവരിട്ടാൽ മതി. അതും ഉണക്കമുളക് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, അതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ ഇട്ട് ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ച എല്ലാ സാധനങ്ങളും ഇടും. അപ്പോൾ ഈ എണ്ണയ്ക്ക് നമ്മൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടാണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഭയങ്കരമായിട്ട് വരികയാണ്, നല്ല ടേസ്റ്റായിട്ട്. ഇപ്പോൾ നമ്മൾ കറിവേപ്പില എടുക്കാൻ പോകില്ല കേട്ടോ, ചെറിയൊരു മരമായിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ കറിവേപ്പിൻ്റെ മരമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞങ്ങൾ കുറേ ഉണ്ടാക്കി നോക്കിയത്, അപ്പം ഒന്നും ഉണ്ടാവലില്ല കേട്ടോ. പിന്നെ അതിനാവശ്യത്തിന് ഉപ്പ്, അപ്പോൾ നല്ല പോലെ ഒന്നിങ്ങനെ വാടി വരണം കേട്ടോ. അപ്പോൾ കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മൾ ഇളക്കി വെക്കണം, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച റവപ്പൊടി ഇടുന്നത്. അപ്പോൾ നമ്മൾ ഈ റവപ്പൊടി ഇടുമ്പോൾ അപ്പം തന്നെ നല്ലോണം ഇളക്കി കൊടുക്കണം. പക്ഷെ നിങ്ങൾ വിചാരിക്കും കുറഞ്ഞതിന് നല്ല വെള്ളം വേണ്ടി വരുന്നു. വെള്ളം എന്ന് പറഞ്ഞാൽ അതിന് ഇപ്പോൾ ഒരു കപ്പ് റവക്ക് 1.5 കപ്പ് അങ്ങനെയൊന്നുമില്ല. ഒരു കപ്പ് റവക്ക് ഓരോരുത്തര രീതിയായിട്ട്, ഞാൻ എൻ്റേതായ രീതിയിലാണ്. കപ്പ് റവക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം മാത്രമേ കൊടുക്കുള്ളൂ. നന്നായിട്ട് നമ്മൾ ഹോട്ടലിനൊക്കെ പൊതുവേ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന നല്ല റവപ്പൊടി റവൻ്റെ ഉപ്പുമാവുണ്ട്, അതുപോലെ ആയിരിക്കും. പിന്നെ പപ്പടമൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കാം. അപ്പോൾ ഞാനൊരു ഡെക്കറേഷന് വേണ്ടി പപ്പടം ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. ഇതിക്ക് ബീഫ് കറി, ചിക്കൻ കറി, നമ്മളെ ഫിഷ് കറിയൊക്കെ നല്ല ടേസ്റ്റി ഉണ്ട്, നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നമ്മൾ നാരങ്ങൊക്കെ പിഴിഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, കറി കൂട്ടാൻ ഭയങ്കര രസമാണ്.